മകൻ ചെത്താലും സാരമില്ല, മരുമകളുടെ കണ്ണീർ കാണണം. ഇങ്ങനെയാണ് ചില ഇടതു വലത് നേതാക്കന്മാർ. അവർക്ക് ഗൾഫിലിരിക്കുന്ന മലയാളികൾ ആപത്തിൽപ്പെട്ടാലും കുഴപ്പമില്ല, ഖമേനിയും ഇറാനും സ്വസ്ഥമായിരിക്കണം. കേരളത്തെ സാമ്പത്തികമായി താങ്ങി നിർത്തുന്നത് മലയാളികളുടെ രണ്ടാമത്തെ വീട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇറാനെ മതത്തിൻ്റെയും പ്രീണന രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ പിന്തുണയ്ക്കുന്ന ഇടതു വലത് മുന്നണികളുടെ നിലപാട് ചർച്ചാ വിഷയമാവുകയാണ്. അവർക്ക് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയല്ല ലക്ഷ്യം. വോട്ടിനു വേണ്ടി മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുകയാണ് ഇരുവരും ചെയ്യുന്നത്. ഇറാനിലെ സമീപകാല സംഭവ വികാസങ്ങളും ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളും ആശങ്കപ്പെടുത്തുന്നതാണ്. GCC രാജ്യങ്ങളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് മലയാളി സഹോദരങ്ങളുടെ സുരക്ഷയ്ക്കാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത്. ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ഉപജീവന മാർഗങ്ങൾ നൽകിയ GCC രാജ്യങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയാണ്. ഇരുപക്ഷവും സഹിഷ്ണുത പാലിക്കുകയും സംഘർഷം വ്യാപിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നു. സാധാരണ ജനങ്ങളുടെ സുരക്ഷയ്ക്കായിരിക്കണം രാജ്യങ്ങൾ പ്രഥമ പരിഗണന നൽകേണ്ടത്. അന്നം തരുന്ന രാജ്യങ്ങളെന്ന് പറയുന്ന ഗൾഫ് രാജ്യങ്ങളും അവിടുത്തെ മലയാളികളും എങ്ങനെയാണ് ഇവർക്ക് വേണ്ടാത്തവരായത്? എന്തുകൊണ്ടാണ് വേണ്ടാത്തവരായത്? കേരളത്തിലുള്ള ഒരു വിഭാഗത്തെ മാത്രം പ്രീതിപ്പെടുത്താനുള്ള ശ്രമം മാത്രമാണിത്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെയാണ് ബാധിക്കുന്നത്. ഇത് അവഗണിച്ചുകൊണ്ടാണ് ഇറാൻ അനുകൂല പ്രതികരണങ്ങൾ കേരളത്തിൽ നടക്കുന്നത്. വോട്ട് ബാങ്ക് നോക്കി തന്നെയാണ് ഓരോ വിഷയത്തിലും ഇടതു വലതു മുന്നണികൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾ മത തീവ്രവാദത്തിന് വളമിടുന്ന നടപടി ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളും പല ഗൾഫ് രാജ്യങ്ങളും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയോ വിമർശനാത്മകമായ നിലപാട് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. എന്തിനു പറയുന്നു? ഇറാനിൽ പോലും 40% ആളുകൾ തെരുവിലിറങ്ങി സന്തോഷിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഖമനേയി മുൻപ് നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട്. അതൊക്കെ പാകിസ്ഥാൻ അനുകൂലമായിരുന്നു. ഇന്ത്യ കാശ്മീരിൽ ആർട്ടിക്കിൾ 370 വിഷയം വന്നപ്പോഴും പൗരത്വ നിയമ ഭേദഗതി തുടങ്ങിയ വിഷയങ്ങളിലും ഖമനേയി ഇന്ത്യക്കെതിരെയാണ് പരാമർശങ്ങൾ നടത്തിയത്. ഇതൊക്കെ ഇന്ത്യയുടെ പരമാധികാരത്തിലുള്ള ഇടപെടലായിട്ട് തന്നെയാണ് നമ്മൾ വിലയിരുത്തിയത്. UPA സർക്കാരിന്റെ കാലത്തെ 2011 നാറ്റോയുടെ പിന്തുണയോടെ മുഅമ്മർ ഗദ്ദാഫി കൊല്ലപ്പെട്ടപ്പോൾ അന്നത്തെ UPA സർക്കാർ ഔദ്യോഗികമായ അനുശോചനമൊന്നും നടത്തിയിരുന്നില്ല. അക്കാലത്ത് ലിബിയയുമായി ഇന്ത്യക്ക് ശക്തമായ ബന്ധമുണ്ടായിട്ടും വിദേശകാര്യ മന്ത്രാലയം മൗനം പാലിച്ചു. ഇന്ന് ഏത് രാജ്യത്താണെങ്കിലും ഇന്ത്യക്കാരെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ നിലപാട്. അതിൽ രാഷ്ട്രീയമില്ല. CPM-ഉം കോൺഗ്രസും ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രവാസികളായ മലയാളികൾക്കൊപ്പം തന്നെയാണ് കേരളത്തിലെ BJP എന്ന് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. ഗാസയെ പറ്റി ഇറാനെ പറ്റിയും വേവലാതിപ്പെടുന്ന പിണറായി വിജയനും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക വദ്രയും സിറിയയിലും നൈജീരിയയിലും കൊല്ലപ്പെടുന്ന ക്രൈസ്തവരെ കുറിച്ച് മിണ്ടുന്നേയില്ല. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പ്രതികരിക്കാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് ഭയമാണെന്നതും ഒരു വസ്തുതയാണ്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് GCC രാജ്യങ്ങളിലാണ്. ഇറാൻ യാതൊരു പ്രകോപനവും കൂടാതെയാണ് GCC രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയത്. എന്നിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാകാതിരുന്നത് അപലപനീയമാണ്. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് രാഷ്ട്രീയ പാർട്ടികൾ മുൻഗണന നൽകേണ്ടത്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപണമുണ്ടല്ലോ. പക്ഷേ ഇറാൻ വിഷയത്തിൽ അവർ എന്തുകൊണ്ട് മതരാഷ്ട്രമായ ഇറാനോടൊപ്പം അല്ലേ എന്ന ചോദ്യം ഇവിടെ ചോദിക്കേണ്ടി വരും. ഇറാനിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരൊക്കെ ചിലർക്ക് സഹോദരർ. പക്ഷേ പഹൽഗാമിൽ 26ഓളം ജീവനുകൾ പൊലിഞ്ഞപ്പോൾ ആരെങ്കിലും മിണ്ടിയോ? ഇപ്പോൾ ഇറാന് വേണ്ടി മെഴുകുതിരി കത്തിക്കുന്ന ആരും പഹൽഗാമിലെ മരണപ്പെട്ടവർക്ക് വേണ്ടി അനുശോചനം പോലും പറഞ്ഞില്ല. ഇറാനിൽ കൊല്ലപ്പെട്ട 165 കുട്ടികളെ ഓർത്ത് ചിലർ കരയുകയാണ്. പക്ഷേ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ മരിച്ച 9000 കുട്ടികളെ ഓർത്ത് ആരും കരയുന്നില്ല. അവരുടെ പേരാരും വായിക്കുന്നില്ല. ഇപ്പോൾ നടക്കുന്ന പാകിസ്ഥാൻ-അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിനിടയിൽ കഴിഞ്ഞ ദിവസം 10 കുട്ടികൾ കൊല്ലപ്പെട്ടു. അവർക്ക് വേണ്ടി കരയാൻ കേരളത്തിൽ ആരുമില്ല. എപ്പോഴും ഫാസിസം, സെക്യുലറിസം എതിരെ വാതോരാതെ സംസാരിക്കുന്നവർ ഇറാനിലെ ഏകാധിപത്യ ഭരണത്തെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ യഥാർത്ഥ ഫാസിസ്റ്റ് ഭരണം? സ്ത്രീ സമത്വത്തെക്കുറിച്ച് പറയുന്നവർ എന്തുകൊണ്ടാണ് ഇറാനിലെ സ്ത്രീകൾ വസ്ത്രസ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാത്തത്? ഇറാനും ഇറാഖും കൂടി 15 വർഷം യുദ്ധം ചെയ്തപ്പോൾ കേരളത്തിൽ സദ്ദാമിന് വേണ്ടിയായിരുന്നു ഹർത്താൽ നടത്തിയത്. ഇപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവർ അതൊക്കെ മറന്നിരിക്കുകയാണ്. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന 1 കോടിയോളം ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കാണ് മോദി സർക്കാർ മുൻഗണന നൽകുന്നത്. അത്രയും ജനങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങൾ എന്നാൽ അന്നം തരുന്ന രാജ്യമാണ്. കൂടെ 46,000 മലയാളികളടക്കം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സർക്കാർ അവരോടൊപ്പം നിലകൊണ്ടു. ഇതാണ് സത്യം. നമുക്ക് അന്നം തരുന്ന ഗൾഫ് രാജ്യങ്ങളെയും ആയിരങ്ങൾ ജോലി ചെയ്യുന്ന ഇസ്രയേലിനെയും ആരും മറക്കരുത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ആകട്ടെ, അതുപോലെ തന്നെ വലത് മുന്നണിയാകട്ടെ, അവരെല്ലാവരും വോട്ട് ബാങ്കിന് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സങ്കടകരമായ കാര്യം. ന്യൂസ് ഡെസ്ക് കർമാനസ്.